ഞാൻ മിനിഞ്ഞാന്ന് ആ പടം ഫുൾ ഔട്ട് കണ്ടിരുന്നു. ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ അത് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ജനങ്ങൾ ബാക്കി ആൾക്കാർ കാണട്ടെ. എന്തെല്ലാം എനിക്ക് പറയണമെന്നുണ്ടോ അതെല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു ഏരിയയിലേക്ക് വരുന്നത്. എല്ലാം അതെനിക്ക് തോന്നുന്നത് ജനങ്ങൾ കണ്ട് വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ നമ്മളുടെ സിനിമയെക്കുറിച്ച് പറയണതിൽ കാര്യമില്ലല്ലോ, സ്വയം പറഞ്ഞിട്ട് കാര്യമില്ല. അത് കണ്ട പ്രേക്ഷകർക്കാണ്, അവരാണ് അഭിപ്രായം പറയേണ്ടത്. ഇനി കാണാനുള്ളവരാണ് അഭിപ്രായം പറയേണ്ടത്. ഞാനെന്തായാലും വളരെ ഹാപ്പിയാണ്. ഒന്നും പറയാനില്ല, ക്രിസ്മസ് നോക്കി. താങ്ക് യു. വളരെ ഒരു 3-3.5 മാസക്കാലം ഫുള്ള് കോടതി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ എനിക്ക് മാധ്യമ പ്രവർത്തകരാണ് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തത്. എസ്പെഷ്യലി മീഡിയ വൺ, റിപ്പോർട്ടർ, എല്ലാവരും കൂടെ നിന്നുണ്ട്. ഏഷ്യാനെറ്റ് അങ്ങനെ എല്ലാവരും കൂടെ നിന്നുണ്ട്. അവരാണ് ജനങ്ങളിലേക്ക് ശ്രദ്ധ എത്തിച്ചത്, അധികാരികളിലേക്ക് ശ്രദ്ധ എത്തിച്ചത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് അധികം കട്ടുകളൊന്നും ഇല്ലാതെ സിനിമ ഇറക്കാൻ പറ്റിയത് ബഹുമാനപ്പെട്ട ജുഡീഷ്യറി, നമ്മളെ വക്കീലന്മാർ, അതുപോലെ തന്നെ സെൻസർ ബോർഡിൻ്റെ അംഗങ്ങൾ, എല്ലാവരും അവരവരുടെയൊക്കെ കർത്തവ്യങ്ങൾ നടത്തിയെങ്കിലും അവസാനം ഒരു വിജയത്തിലോട്ട് എത്തിച്ചു. ഇനി ഞാൻ തൃപ്തനാണ് എൻ്റെ സിനിമയിൽ, എൻ്റെ ക്രൂവും തൃപ്തരാണ്. ഇനി പ്രേക്ഷകരാണ് കാണേണ്ടത്. ആ പൊളിറ്റിക്സ് ആരൊക്കെ നിഷേധിക്കപ്പെട്ടാലും ഞാൻ എൻ്റെ രീതിയിലൂടെ ഇപ്പോൾ ഒരു രംഗം അവർ മാറ്റാൻ ആവശ്യപ്പെട്ട രംഗം ഞാൻ ഒരു രാത്രി ഇരുന്നു കൊണ്ട് ആ രംഗം വേറെ രീതിയിലോട്ട് എഴുതി. അതായത് ആഭ്യന്തര ശത്രുക്കൾ ഒരു രംഗമുണ്ട്. ആ രംഗം ഞാൻ ഒരു ഡോറാ ബുജിയിലൂടെ ഞാനത് അവതരിപ്പിച്ചു. ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രേക്ഷകരും മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് നിമിഷമാണ് നമുക്ക് ഈ തിയേറ്ററുകളൊക്കെ അറേഞ്ച് ചെയ്തത്. പലയിടത്തും 1 ഷോ 2 ഷോ ഒക്കെ ഉള്ളൂ, പലയിടത്തും തിയേറ്ററുകളില്ല. അപ്പോൾ ഉള്ള തിയേറ്ററുകളിൽ ജനങ്ങൾ പോയി കണ്ടാലേ അടുത്ത തിയേറ്ററുകൾ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും പോയി കണ്ട് സഹകരിക്കണം എന്നാണ് പറയാറുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ 3 പാട്ടും ഷെയ്ന പാടിയേക്കണേ. അതിന് പാട്ട് ചെയ്തേക്കുന്നു. പിന്നെ മറ്റേ നിലപാടെന്നുള്ള ട്രാക്ക്, ഐശ്വര്യ ട്രാക്കിൻ്റെ ഞങ്ങളാണ് രണ്ടുപേരും കൂടെയാണ് പാടിയത്. ഓക്കെ, അപ്പോൾ അതിൽ ഇംഗ്ലീഷ് പോർഷൻ എഴുതിയേക്കുന്നത് ഞാനാണ്. ശരിക്കും സിനിമയിൽ പാടിക്കുന്നത് വിനീതേട്ടനാണ്. നമ്മുടെ ജോർഡ് ഇന്ത്യനിലൊക്കെ അഭിനയിച്ച വിനീതേട്ടനാണ് പാടിയിരിക്കുന്നത്. പിന്നെ മലയാളം എഴുതിയേക്കുന്നത് അദ്ദേഹമാണ്. സോ ഇംഗ്ലീഷ് 2 വരികൾ ഞാൻ പാടത്തില്ല. ഇറ്റ് ഗോസ് ലൈക്ക് I was ready before people at the main show. They ain't ready for the guests at the main door. Trying to judge by my name on the first call. They be selling bird lying on the first shot. Talk a lot, walk a lot, run if it's a damn cop. They be carried in a coffin with a dead nod. Get you one Garrett by the collar. They be fighting. Ooh, it's a dollar. People look at me like a living under butter. What I wonder what they see when they're looking in the mirror. Yeah, people look at me when they think they're doing better. Well, joke's on you. I've never been better. Pick up no word, it varies the flow when you need it. Just speaking, no notice the face of the people who's blinding you, buying you. You know what? They ain't judging you, bro. അങ്ങനെ ആ ഒരു മൂഡ്. സന്തോഷമാണ്, തീർച്ചയായിട്ടും അതല്ലേ ഉണ്ടാവുക. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു പല ഘട്ടങ്ങളുണ്ടായി. അതിപ്പോൾ ഷൂട്ടിംഗ് ടൈമിലാണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും സെൻസറിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും നമ്മളൊന്നും കയ്യിലില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ സിനിമ ഇറങ്ങിയ ആൾക്കാർ അതിന് പ്രതികരിക്കുന്ന കാണുമ്പോൾ നമുക്ക് അതിനൊരു സന്തോഷമാണ്. നമ്മളിതൊരു കലയല്ലേ, പ്രേക്ഷകർ കണ്ട് അതിൻ്റെ ഒരു അഭിപ്രായം വരുമ്പോഴല്ലേ നമുക്ക് അതിനൊരു സന്തോഷമുണ്ടാവുള്ളൂ.